ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. ഇപ്പം UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇവിടെ CPM BJP ഡീലുണ്ട്. 10 സീറ്റുകളിലെങ്കിലും BJP വിജയിപ്പിക്കാനും പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ BJP വിജയിപ്പിക്കാനടക്കം ഡീലുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ ആരാ BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എത്രയോ നാളത്തെ ചരിത്രമാണെന്ന് പോലീസൊക്കെ അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടല്ലേ. ഈ കള്ളന്മാരെ മുന്നേ ഓടിക്കൊണ്ട് കള്ളന്ന് വിളിക്കുന്ന പോലെ ഈ കോൺഗ്രസിന്റെ ഏർപ്പാട്. അവരൊരു ഡീൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. CPM ഒരു കഴഞ്ചു പോലും നീക്കുപോക്ക് ഹിന്ദുത്വ വർഗീയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം എങ്ങുമില്ല, ഉണ്ടാവില്ല. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. ജോർജ് വല്ല അർത്ഥം വെച്ച് സംസാരിക്കാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. പ്രായമുള്ള മനുഷ്യനല്ലേ, അങ്ങനെ വിളിച്ചോട്ടെ. ആ അധികാരത്തില് അദ്ദേഹത്തിന് ആരെ വേണേലും എടാന്നോ നീയോ എന്നൊക്കെ വിളിക്കാം. അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട, നീ വിളിച്ചോടാ. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം നിന്ന് പറയുന്നില്ല. കുറച്ച് അഭിമാനമുള്ളവനായിരുന്നെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചത്തേനെ. അവർക്ക് എന്ത് തോന്നലാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ എല്ലാ ഇതും സിനിമാ മേഖലയിലുള്ളവരും മത്സരിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ
സാക്ഷരത ലേശം കുറവാ അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. താരം അഖിൽ മാരെ ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഇപ്പോൾ ഇതുപോലെ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റമോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. ഒരു അഭിപ്രായം ഇല്ലാത്ത പുണ്ടയാണ് ഞാൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന